ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഒരു മുഖമാണ്. എന്താ പറയാ, നമ്മുടെ ലാലേട്ടന്റെ ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകിച്ച് ആളെ ഓർക്കും. അപ്പൊ അങ്ങനെ ഒരാളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, അജിത് കൂത്താട്ടുകുളം. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ എനിക്ക് ചേട്ടനെ കാണുമ്പോ എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ ലാലേട്ടന് ഇട്ട് പണി കൊടുത്തതാണ് എന്ന രീതിയിലാണ്. അതും വല്ലാത്തൊരു ട്വിസ്റ്റ് പണിയായി പോയി. അതെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ജെറിയുടെ ആൺമക്കൾ എന്ന സിനിമയെ പറ്റി പറയാനാണ്. അപ്പൊ അതിലത്തെ സിനിമയിലേക്ക് എങ്ങനെയാ വരുന്നത്? സിനിമയിലേക്ക് തന്നെ ഇതിന്റെ ഡയറക്ടറാണ് വിളിക്കുന്നത്, ജിജോ സെബാസ്റ്റ്യൻ. ഇത് വിളിച്ചിട്ട് കുറെ ആള് ഇതിനെ വിളിച്ചു. അപ്പൊ താമസം ഉണ്ടായിരുന്നു, പടം തുടങ്ങാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു. അപ്പൊ ഇടയ്ക്ക് ഞാനങ്ങ് വിളിച്ചു, ഇത് തുടങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. വിളിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ദിവസം എനിക്ക് മാത്രം. അങ്ങനെയായിരുന്നു, ഫുൾ ഡേ എനിക്ക് മാത്രമായി. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത്. അപ്പൊ ഈ സിനിമത്തെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഫ്രെഡി എന്നാണ്. ഫ്രെഡി. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പൊ ജിജോ അല്ല, നമ്മുടെ ജെറി ഓൾറെഡി ഗൾഫുകാരനാണ്. അപ്പോൾ അവിടെ വെച്ച് പുള്ളിയായിട്ട് നല്ല പരിചയമാണ്. പുള്ളിയുടെ വീട്ടിൽ വെച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി പൈസ അവിടുന്ന് മേടിച്ചോട്ട് ഞാനിങ്ങ് വന്നു ഇവിടെ. പിന്നെ കുടുംബമൊക്കെ തകർന്നു, വൈഫൊക്കെ വേറെ ഒരാളുടെ കൂടെ പോയി. അങ്ങനെ വന്ന് ലാസ്റ്റ് പുള്ളി എതിമുട്ടി ഒരു പണിയില്ലാതെ നടക്കുന്ന ഒരു ലോട്ടറി കച്ചവടക്കാരനായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഈ ജെറി നാട്ടിൽ വരുമ്പോൾ എന്നെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ജെറിയെ കാണുമ്പോൾ മുങ്ങുവാണ്. പൈസ മേടിച്ചതാണല്ലോ. പക്ഷെ ലോട്ടറി കച്ചവടക്കാരനാണെന്ന് പുള്ളി ഇടയ്ക്കിടയ്ക്ക് മുങ്ങണം. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം എന്നെ പിടിച്ചാൽ എൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്, ഇതിനാണ് സംഭവിച്ചു പോയി. അതാണ് അത്ര ഉള്ളൂ. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തൊരു കാര്യമാണ്, ഭയങ്കര ഒരു ഫീലിങ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നു. ഇപ്പൊ ചേട്ടന്റെ ലൈഫാണെങ്കിലും ശരിക്കും അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്ത് തോന്നി ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കഥ കേട്ടപ്പോ? എനിക്ക് വിഷമം തോന്നി കേട്ടോ, ഉള്ള കാര്യം പറയാം. കാരണം വെച്ചാൽ ഞാനൊരു കോമഡി ആർട്ടിസ്റ്റാണ്. കാരണം അറിയാലോ, ഞാൻ കൊച്ചിൻ കലാഭവനിലൊക്കെ ആയിരുന്നു. മിമിക്രിയിലൂടെയൊക്കെ വന്നിട്ട് ഞാൻ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു ആളായി മാറി. പിന്നെ എനിക്കിപ്പോൾ കുറേ പടങ്ങൾ ചെയ്ത പടങ്ങളിലെല്ലാം കോമഡി ഒന്നും ഇല്ല, എനിക്ക് എല്ലാം സീരിയസ് ആണ്. പക്ഷേ ഈ പടത്തിൽ ഞാൻ സീരിയസ് ആണ്. പക്ഷേ എനിക്ക് കുറേ കരച്ചിലും കുറേ സെന്റിമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കഥാപാത്രം. അത് എനിക്കങ്ങ് വിഷമമായി. കാരണം വെച്ചാൽ ഷൂട്ട് കിടക്കുമ്പോൾ നമ്മളൊന്നും തന്നെ കരഞ്ഞു പോയി. ഷൂട്ട് കിടന്നൊരു ഹോട്ടലിൽ വെച്ചിട്ട് എന്നെ പിടിച്ചോണ്ട് വരുവാണ്, ഫുഡ് മേടിച്ചു വരുവാണ്. അപ്പം നിനക്ക് എന്താ പറ്റിയത് എന്ന് ജെറി എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടാണ്, മൊത്തം ഹോട്ടലിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ളൊരു പടം കാണുമ്പോൾ അറിയാം. ഒരു പറയുമ്പോ തന്നെ നമുക്ക് ഒരു ഇമോഷൻ മനസ്സിലാവുന്നുണ്ട്.